ഹായ്, എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് മാവും അതേപോലെ തന്നെ ശർക്കരയും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കുന്നത്. അതായത് ശർക്കര പാനി മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്, വേറെ തൈരോ പാലോ ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ഗോതമ്പ് കൊണ്ടുള്ള കേക്കിന് ഞാനിപ്പോൾ ആദ്യമായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാൻ പോവാണ്. അതിന് 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് ആട്ടയാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കര വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരയ്ക്ക് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഗോതമ്പ് മാവിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ വിനീഗർ, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മളെ കേക്ക് ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ടില്ല, അല്ലാണ്ട് തന്നെ ഓയിലും അതേപോലെ തന്നെ മൈദയും ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രമാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ വേറെ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മളെ കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ പാത്രം എടുത്ത് അത് കമഴ്ത്തി വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കേക്ക് ബാറ്റർ ഇട്ട ഈ ഒരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി വിസിലില്ലാണ്ട് കുക്കറിൻ്റെ മൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്തായാലും ഒരു 35 to 40 മിനിറ്റ്സ് വേണ്ടി വരും നമുക്കിത് കുക്കായി കിട്ടാൻ. 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി ഇത് കുക്കായിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ 40 മിനിറ്റ്സിന് ശേഷം ഇപ്പോൾ കറക്റ്റായിട്ട് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ടൂത്ത് പിന്നോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബേക്കോ ഒക്കെ വെച്ച് ഇതുപോലെ ഒന്ന് ടിപ്പ് ചെയ്ത് നോക്കുക. ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് തണിയാൻ വേണ്ടി വെക്കാൻ പോവാണ്. അപ്പോൾ ഈ കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈ സൈഡൊക്കെ ഇപ്പം തന്നെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനി കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.